ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ രുചിയുള്ള ഒരു വറുത്തരച്ച മസാലയൊക്കെ ചേർത്ത ഒരു കപ്പ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇറച്ചിയിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു വിസിൽ കേട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് സിമ്മിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ ആ ഇറച്ചിയൊക്കെ നന്നായിട്ട് വേവുള്ളൂ. പിന്നെ 1 കിലോ കപ്പ വാങ്ങിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് കഴുകി വാരി വേറൊരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾ പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കപ്പ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ എല്ലേന്നൊക്കെ നല്ല വിട്ടു പോരാൻ പാകത്തിന് വെന്തിട്ടുണ്ട്. കപ്പയാണെങ്കിലും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് തേങ്ങ വറുത്തരച്ച് എടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എണ്ണ തെളിയുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കുന്നു കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോ ഒന്ന് ഫാസ്റ്റാക്കിയതുകൊണ്ട് മാത്രമാണത്. ഞാൻ നന്നായിട്ട് കുറച്ച് നേരം ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെയും ഇതങ്ങോട്ട് യോജിക്കണം. അപ്പോൾ ഈ വെള്ളം വറ്റുന്നതോടുകൂടി ഈ മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കും. നല്ലൊരു കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് കളറായില്ലേ. അപ്പോൾ ഇങ്ങനെ അത്രയും നേരം നന്നായിട്ട് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് വേണം ഈ കപ്പ ഇടാൻ. കാരണം കപ്പ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതല്ലോ. അപ്പോൾ അത് ഇനിയും അതിനകത്തേക്ക് ഇട്ട് ഒരുപാട് കുഴഞ്ഞ് വെന്ത് ഇതായി പോകുമ്പോൾ അതിലും നല്ലത് കുറച്ച് ആ വെള്ളം വറ്റിയതിന് ശേഷം കപ്പ ഇടുന്നതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്ക് ആ കപ്പയും കൂടി ഇട്ടൊന്ന് യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. വറുത്തരച്ച മസാലയൊക്കെ ചേർത്ത ഇത് വെച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ്. ഈ എല്ലും ഈ ഇറച്ചിയും കപ്പയൊക്കെ കൂടി കഴിക്കാനൊക്കെ നല്ലൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതാ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല കാണാനും നല്ല രസമാണ്, കഴിക്കാനും അതിലേറെ രസമാണ്. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കപ്പ ബിരിയാണി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളിൽ പലരും ഡെയിലി സ്ഥിരം ഉണ്ടാക്കുന്നവരായിരിക്കാം. എന്നാലും ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത് ചെയ്തപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.